ഹായ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ് ഫുഡ് ഞാൻ കഴിക്കാറുള്ളത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിക്കാറുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചാലഞ്ച് ഏപ്രിൽ 22-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്തോളാം. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ഈ ഒരു ഡയറ്റിൽ ചോറും പൊരിച്ച മീനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഗ്രാം തന്നെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുക്കുക കേട്ടോ. പിന്നെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാസ്ത മക്രോണി എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പിന്നെ വോൾ വീറ്റിൻ്റെ മക്രോണി പാസ്തയാണ് എടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ദുരം വീറ്റിൻ്റെ പാസ്ത ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കരുത്. അത് ഹൈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്, മൈദയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എഗ്ഗ് മസാല വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ ഇടാം, വെജിറ്റബിൾസ് ഇടാം, പിന്നെ അങ്ങനെ എന്താണ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഒരിക്കലും മടുപ്പ് വരാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഇതുപോലെയുള്ള ഡിഷസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഡയറ്റിലാണെന്നും ഫുഡ് കൺട്രോളിലാണെന്നൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിഡ് മോർണിംഗിനായിട്ട് ഞാൻ വാട്ടർമെലനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങൾ ഓവർ മധുരമുള്ള ഫ്രൂട്ട്സുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഗ്രേപ്സ് അവോയ്ഡ് ചെയ്യുക, മാംഗോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലഞ്ചിന് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് കറിയുണ്ട്, ഒരു പീസ് ഫിഷ് പൊരിച്ചത് എടുത്തിട്ടുണ്ട്, ചീരത്തോരൻ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ സലാഡും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച്. അടിപൊളിയാണ്. നമ്മുടെ ഈ ഡയറ്റിൽ ചോറും പൊരിച്ച മീനും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഡിന്നറിന് എടുത്തിട്ടുള്ളത് 2 എഗ്ഗും അതിൽ കുറച്ച് വെജിറ്റബിൾ തോരനും പിന്നെ ചിക്കനും മഷ്റൂമൊക്കെ ഇട്ടിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള പ്ലേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഡയറ്റ് എടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫുഡുകൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഡയറ്റ് ഹെൽത്തി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ.